ഇതിനോട് ചേർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാവ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണ്, പവിത്രമാണ് എന്നുവരെ കടത്തി പറയുന്ന ചിലരുണ്ട്. അതിന് ന്യായമായി പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ. അതിന് ഇത്രമേൽ ശ്രേഷ്ഠതയുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുഴുവൻ ലഭിച്ച അനുഗ്രഹമാണ്. സ്വാഭാവികമായിട്ടും ആ പവിത്രത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിച്ച ഒരു അനുഗ്രഹമായ ലൈലത്തുൽ ഖദറിനേക്കാൾ അധികമായിരിക്കുമല്ലോ എന്നതാണ്. എന്താണ് ഈ വാദത്തിനോടുള്ള പ്രതികരണം? ഈ ചോദ്യം തന്നെ ഒരു വാദം തന്നെ എന്താണെന്നറിയോ, ഇതൊരു ഒരു തീർത്തും തെറ്റിദ്ധാരണാജനകമായിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ പടച്ചുണ്ടാക്കിയതോ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ് ഇങ്ങനൊരു വാദം വന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നാമതായിട്ട് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് പ്രവാചക തിരുമേനിക്ക് മാത്രമായി ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഒരു പ്രമാണം വേണ്ടേ? കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് സ്വഹാബികളോട് പറയുന്നത് എന്താ? നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ റമദാനിലെ ഇന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചോളി. അതിൽ പ്രത്യേകമായി പറഞ്ഞാണ് അവസാനത്തെ 10, അതുപോലെ അവസാനത്തെ 10 ഒറ്റയെട്ട് രാവുകൾ, അതൊക്കെ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളി. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ലൈലത്തുൽ ഖദറുമായി പൊരുത്തപ്പെട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ പുണ്യകർമ്മത്തിന് 1000 മാസം ആ പുണ്യകർമ്മം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് നേടാം എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞത് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ തന്നെയാണ്. ഖുർആൻ പറഞ്ഞത് അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള എന്നാണ്, ഗുണകരമായിരിക്കുന്ന രാവ് എന്നാണ്. അപ്പോൾ ആ രാവിൻ്റെ ഗുണം പിന്നെ എല്ലാവർക്കും ലഭ്യമാകും. അവർ അതിനുവേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ നിലക്ക് നല്ല കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് എല്ലാവർക്കും ആ അനുഗ്രഹം ലഭിക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ പ്രവാചക തിരുമേനിക്ക് മാത്രമായി ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അബദ്ധമാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. പിന്നെ അതിനേക്കാൾ മഹത്തരമാണ് പ്രവാചക തിരുമേനി ജനിച്ച രാവ് എന്ന് പറയണമെങ്കിൽ അതിനും എന്ത് വേണം? ഒരു തെളിവ്, ഒരു ഖുർആൻ വചനം തന്നെ വേണം. എന്താ കാരണം അറിയോ? ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം പറഞ്ഞ ഖുർആനാണ്. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറയുന്ന ഖുർആനാണ്. എങ്കിൽ അതേ ഖുർആൻ തന്നെ പറയേണ്ടത് 1000 അല്ല, 10000 മാസം അല്ലെങ്കിൽ 1,00,000 മാസം, അത്രയും കാലത്തെ ഗുണകരമായിരിക്കുന്ന പുണ്യകരമായിരിക്കുന്ന ഒരു രാവാണ് പ്രവാചക തിരുമേനി ജനിച്ചിരിക്കുന്ന രാവ് എന്ന് പറയണം. ഇനി ഖുർആൻ അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്തിൻ്റെ വിശദീകരണത്തിലെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, സംഗതി ലൈലത്തുൽ ഖദറിന് 1000 മാസത്തെ പുണ്യം കിട്ടും, അതുകൊണ്ട് എല്ലാവരും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന കൂടെ എന്ത് പറയണം? എന്നാൽ ഇതിനേക്കാൾ പുണ്യകരമായ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു രാവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഞാൻ ജനിച്ച രാവാണ്, അത് ഇന്ന കാലമാണ് എന്ന് റസൂൽ പറയണ്ടേ? അങ്ങനെ പറഞ്ഞ ഒരു റിപ്പോർട്ടും ഇല്ലെന്നിരിക്കെ വഹി മുറിഞ്ഞു പോയ ശേഷം വഹി ഇല്ലാത്തൊരു കാലത്ത് ഏതെങ്കിലും പണ്ഡിതന്മാരോ പുരോഹിതന്മാരോ ഇങ്ങനെ ചില സംഗതികൾ പറഞ്ഞു വെക്കുന്നത് മതത്തിൻ്റെ പേരിൽ അവർ നടത്തുന്ന കയ്യേറ്റമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്നല്ലാതെ അത്തരം വാദഗതികളെ നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കുവാനോ മതപരമായി സ്വീകരിക്കുവാനോ ഒരു സാധ്യതയുമില്ല, സാധുതയുമില്ല, അത് ശരിയുമല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്.